എന്റെ പൊന്നു സാറേ, നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവർ. ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥിലാജ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 8th സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ അധിനിവേശവും ചെറുത്തുനിൽപ്പും. എന്താണ് ഈ ചാപ്റ്റർ? ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? അധിനിവേശം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ബ്രിട്ടീഷുകാർ വന്നതും അവരോട് നമ്മൾ യുദ്ധം ചെയ്തതും സ്വാതന്ത്ര്യം നേടിയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ചരിത്രങ്ങളൊക്കെ അല്ലേ? ഓക്കെ. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് വേറെയും പല പാശ്ചാത്യ ശക്തികൾ ഇന്ത്യയിലും കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്, കച്ചവടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ആദ്യമേ ഒരു കാര്യം പറയുന്നു, നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ആദ്യമായി വന്ന വിദേശികള് യൂറോപ്യൻസോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോ ഒന്നുമല്ല, അവർ അറബികളാണ്. 3-ാം നൂറ്റാണ്ടിലായിരുന്നു അവരെത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിൽ വെക്കാം. ആദ്യമായി വന്ന വിദേശികൾ അറബികളാണ്. എന്നാൽ ആദ്യമായി വന്ന യൂറോപ്യൻസ്, അവരെ കുറിച്ചാണ് നമ്മളിൽ പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലടാ മക്കളെ, ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന വിദേശ ശക്തി ഏതാണ്? യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ് അല്ലെ? പോർച്ചുഗൽ എന്ന രാജ്യത്തുള്ള പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എത്തിയത് അല്ലെ? ഈ വിദേശ ശക്തികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ യൂറോപ്യൻ ശക്തികൾ അല്ലെങ്കിൽ ഈ പാശ്ചാത്യ ശക്തികൾക്ക് ഇന്ത്യയിൽ ഒരു അവസരം ലഭിച്ചത് കേരളം മുഖേനയാണ്. കേരളം വഴിയാണ് അവർ ഇന്ത്യയിലേക്ക് വന്നതും കച്ചവടം ചെയ്തതും ഒടുവിൽ അതൊരു ഭരണം പിടിച്ചെടുക്കലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാനുണ്ടായ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതിനൊരു എൻട്രി കിട്ടിയത് കേരളം വഴിയാണ്. അപ്പൊ നമുക്ക് ആ ചരിത്രങ്ങളാണ് ഇപ്പൊ പഠിക്കാനുള്ളത്. നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ചാപ്റ്റർ നമുക്ക് നേരെ മാറ്റാം. ഈ കാണുന്ന എന്താണ്? വേൾഡ് മാപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഈ വേൾഡ് മാപ്പിനകത്ത് ഇവിടെ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞ് ഇന്ത്യ. അപ്പൊ ഈ ഇന്ത്യയിലേക്കാണ് ഈ കണ്ടു കാണപ്പെട്ട ശക്തികളൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്തിനായിരുന്നു ഇവർ വന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, കച്ചവടം, ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ? കച്ചവടം ചെയ്ത് ഒരുപാട് സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവരെല്ലാവരും ഇന്ത്യയിലേക്ക് വന്നത്. വൈ? എന്തുകൊണ്ടാണ്? ഇന്ത്യ അന്ന് വളരെ സമ്പന്നമായ ഒരു രാഷ്ട്രമായിരുന്നു. ഇന്ത്യയിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുരുമുളക്. നിങ്ങൾക്കറിയാം, കുരുമുളകിനെ യൂറോപ്യൻസ് ഒക്കെ പറയുന്നത് എന്താണ്? ബ്ലാക്ക് ഗോൾഡ് എന്നാണ് അല്ലെ? കറുത്ത പൊന്ന് എന്ന പേരിലേക്കാണ് കുരുമുളക് അറിയപ്പെടുന്നത്. അത്രയും വിലയുള്ള സാധനങ്ങളാണ്. അതുപോലെ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങള് തുടങ്ങിയ പല പല കാര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ നിന്ന് അടിച്ചു മാറ്റിപ്പോയി, കുറെയൊക്കെ അവർ കച്ചവടം ചെയ്തു. അങ്ങനെയൊക്കെയാണ് അവരെന്ത് ചെയ്തത്? വലിയ പണക്കാരായത്. ഓക്കെ. അപ്പൊ ഈ കാണുന്ന കുഞ്ഞു ഇന്ത്യയിലേക്ക് എവിടെ നിന്നാണ് ഇവരൊക്കെ എത്തിയത്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മാപ്പിനകത്ത് ഈ ഒരു ഏരിയ ആണ് യൂറോപ്യൻ ഭൂഖണ്ഡം. യൂറോപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെയുള്ള ഈ കോർണറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് പോർച്ചുഗൽ. ഈ പോർച്ചുഗലിലുള്ള പോർച്ചുഗീസുകാരനായിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് എവിടെ എത്തിയത്? കേരളത്തിൽ കാപ്പാട് ബീച്ചിൽ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാസ്കോ ഡ ഗാമ അല്ലെ? 1498 വാസ്കോ ഡ ഗാമ കാപ്പാട് ബീച്ചിൽ, എവിടെ? കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ കാലുകുത്തി. നമുക്കറിയാം. അപ്പോൾ ഏതെല്ലാം രാജ്യക്കാരാണ് ഇന്ത്യയിൽ വന്നത് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആദ്യം വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോർച്ചുഗീസുകാരാണ് അല്ലെ? അതിനുശേഷം ഡച്ച് അല്ലെ? ഡച്ച് ആണ് വന്നത്. അതിന്റെ ശേഷം വന്നത് ബ്രിട്ടീഷുകാരാണ്, ഇംഗ്ലീഷ് പീപ്പിൾസ് അല്ലെ? ശേഷം വന്നത് ആരാണ്? ഫ്രഞ്ചുകാർ. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഫ്രഞ്ചുകാർ വരുന്നത് അല്ലെ? ഈ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു വെക്കണം. ആദ്യം പോർച്ചുഗീസുകാരാണ്, പിന്നെ ഡച്ചുകാരാണ്, പിന്നെ ബ്രിട്ടീഷുകാരാണ്, അതിനുശേഷം ഫ്രഞ്ചുകാർ. ഇവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവർ കടൽ വഴി ഒരു പുതിയ റൂട്ട്, ഒരു സീ റൂട്ട് അല്ലെങ്കിൽ സമുദ്രപാത പുതിയതായിട്ട് അവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. അതിന്റെ കുറച്ച് കാരണങ്ങൾ, കുറച്ച് സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്നുണ്ട്. ശേഷം നമ്മളെ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച റൂട്ട്, ഈ സമുദ്രപാത കണ്ടെത്തി അവസാനം ഒടുവിൽ ആ റൂട്ട് ഏതാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ പാശ്ചാത്യ ശക്തികള് ഒരു പുതിയ സമുദ്രപാത കണ്ടെത്താനുണ്ടായ കാരണങ്ങൾ? ജസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. അവര് ഇങ്ങനെ കറങ്ങി, നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടത്, ഇങ്ങനെ വന്നിട്ട് ഈ വഴിയാണ് അവർ ഇന്ത്യയിൽ എത്തിയത്. അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കരമാർഗം പോയിക്കൂടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതല്ലേ സുഖം. ഇങ്ങനെ കഷ്ടപ്പെട്ട് കടൽ താണ്ടി പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിന്റെ കാരണങ്ങളാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഈ സമുദ്രപാത കണ്ടെത്തുന്നതിന് മുൻപും ഈ യൂറോപ്യൻ ശക്തികൾക്ക് ഏഷ്യയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അവരത് ചെയ്തിരുന്നത് പ്രധാനമായിട്ടും ഒരു നഗരത്തെ കേന്ദ്രീകൃതമാക്കിയിട്ടാണ്. ആ നഗരത്തിന്റെ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കാനില്ലേ? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് തുർക്കിയുടെ അണ്ടറിലാണ്. ഇന്നത്തെ അതിന്റെ പേരെന്താണ്? ഇസ്താംബൂൾ.
ഈ ഇസ്താംബുൾ അഥവാ അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് അവര് ഏഷ്യയുമായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ പണ്ട് ചെയ്തിരുന്നത്. എന്നാൽ തുർക്കികൾ എന്ത് ചെയ്തു? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുകയും അതുവഴിയുള്ള വ്യാപാരങ്ങളൊക്കെ തടഞ്ഞു. പെട്ടോ? യൂറോപ്യൻസ് എല്ലാം പെട്ടില്ലേ? അത് അവർക്ക് എന്തായി? പുതിയൊരു റൂട്ട്, ഇനിയിപ്പോ ആ വഴിക്ക് നടക്കൂല, പുതിയൊരു വഴി കണ്ടെത്താൻ അവരെന്തായി? നിർബന്ധിക്കപ്പെട്ടു. അപ്പൊ നമുക്ക് ഒരു പുതിയ സീ റൂട്ട് കണ്ടെത്താൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് നോക്കാം. നമ്മൾ നേരെ അടുത്ത പേജിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പേജ് ഇതാ. ഈ കാണുന്നതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവിടെ കാണുന്ന ചോപ്പുണ്ടല്ലോ, ഇതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവിടെയാണ് ആരുള്ളത്? യൂറോപ്യൻസ് ഉള്ളത്. ഇവിടെയാണ് പോർച്ചുഗല്. അവരിങ്ങനെ യാത്ര ചെയ്ത് കണ്ട് എവിടെ എത്തി? ഇന്ത്യയിലെത്തി. ജസ്റ്റ് ഇങ്ങനെ പോയാൽ മതിയായിരുന്നു അല്ലേ ഇന്ത്യയിലേക്ക്. പക്ഷെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കി, അതിലുള്ള വ്യാപാരം തടഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? സമുദ്രം ചുറ്റേണ്ടി വന്നു. ഓക്കെ, നമ്മൾ നേരെ നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇതാക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ഈ യൂറോപ്യൻസ് പുതിയൊരു സമുദ്രപാത, ന്യൂ സീ റൂട്ട് കണ്ടെത്താനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതിനുണ്ടായ കാരണങ്ങൾ, റീസൺസ് ആണ് ഇവിടെ പറയുന്നത്. വാട്ട് വേർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ദ ന്യൂ സീ റൂട്ട് ഫ്രം യൂറോപ്പ് ടു ഏഷ്യ? യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് ഒരു പുതിയ സമുദ്രപാത കണ്ടെത്താൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സാഹചര്യം ഇതാക്കുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ് അല്ലേ? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര യാത്രയിലും അല്ലെങ്കിൽ കപ്പൽ യാത്രയിലൊക്കെ കൈവരിച്ച സാങ്കേതിക പുരോഗതി. അന്നത്തെ യൂറോപ്യൻ ശക്തികൾ അതിലൊക്കെ വലിയ സാങ്കേതിക പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കാരണം. രണ്ടാമത്തെ പോയിന്റ്, ദ ഗ്രോത്ത് ഇൻ ജിയോഗ്രഫിക്കൽ നോളജ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അറിവ് അവിടുത്തെ ആളുകൾക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ ശാസ്ത്രമുണ്ട്. എവിടെയാണ് ഇന്ത്യ, എവിടെയാണ് അമേരിക്ക, എവിടെയാണ് ജപ്പാൻ എന്നൊക്കെയുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു നോളജ്. ഈ ഒരു അറിവ് വേണ്ടേ? അല്ലെങ്കിൽ എങ്ങോട്ട് സഞ്ചരിക്കും കടലിൽ പോയിട്ട്? ഇല്ല. ഇതും ഒരു കാരണമാണ്. മൂന്നാമത്തെ പോയിന്റ്, അഡ്വാൻസ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. എന്ന് വെച്ചാൽ എന്താ? കോമ്പസ് നമുക്ക് എല്ലാവർക്കും പറയാം, വടക്ക് നോക്കിയ യന്ത്രം അല്ലേ? വടക്ക് നോക്കിയ യന്ത്രം കയ്യിലുണ്ടാവും. കപ്പൽ യാത്രക്കാരായിട്ടുള്ള കപ്പിത്താന്മാരെ കയ്യിലൊക്കെ ഉണ്ടാവും വടക്ക് നോക്കിയ യന്ത്രം അല്ലേ? ഈ വടക്ക് നോക്കിയ യന്ത്രത്തിന്റെയും അതുപോലെ മാപ്പ്, വേൾഡ് മാപ്പ്, നമ്മൾ ആദ്യം കണ്ടില്ലേ വേൾഡ് മാപ്പ്? ഈ വേൾഡ് മാപ്പ് ഒക്കെ അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്തായി? അവരുടെ യാത്ര എളുപ്പമായി. അപ്പം അതും ഒരു കാരണമാണ്. നാലാമത്തെ പോയിന്റ്, ട്രാവലേഴ്സ് ഓഫ് ന്യൂ പ്ലേസ് ആൻഡ് ദെയർ റിച്ചസ് അല്ലെ? അന്നത്തെ കാലത്തും ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ ലോകം ചുറ്റുന്ന കുറെ സഞ്ചാരികൾ ഉണ്ട് അല്ലെ? നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പോലെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു. അവിടെ തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം അത് വീഡിയോകളോ അല്ലെങ്കിൽ ട്രാവലോഗ്, അന്ന് വീഡിയോകളൊന്നും ഇല്ല, അപ്പം അത് ട്രാവലോഗ് ഒക്കെ ആക്കിയിട്ട് എഴുതും. എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണങ്ങളൊക്കെ എഴുതുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ യാത്രാ വിവരണങ്ങൾ എന്ത് കാണിക്കും? അവർ പോയിട്ടുള്ള ഓരോ നാട്ടിന്റെയും കൾച്ചറുകള്, അവിടുത്തെ അവസ്ഥകൾ എന്താണ്, അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, അവരുടെ സമ്പാദ്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? അവരുടെ ട്രാവലോഗ് അഥവാ യാത്രാ വിവരണത്തിൽ അവർ എഴുതില്ലേ? ഇത് കാണുന്നവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും ഇന്ന രാജ്യം വളരെ സമ്പന്നമാണ്, ഇന്ന രാജ്യം സമ്പന്നമല്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. ഇതും ഒരു കാരണമാണ്. എന്ത്? ഈ യൂറോപ്യൻ ശക്തികൾ, പാശ്ചാത്യ ശക്തികൾ ഇന്ത്യയിലേക്ക് എത്തിപ്പെടാൻ. കാരണം അന്നത്തെ കാലത്ത് ഇന്ത്യ വളരെ സമ്പന്നമായ ഒരു രാജ്യമാണ് അല്ലേ? അല്ലടാ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അടുത്ത പോയിന്റ്, കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ തുർക്സ് അല്ലെ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. നമ്മൾ ആദ്യം ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്തു? ഈ തുർക്കികള് പിടിച്ചടക്കി. ഇന്നത്തെ അതിന്റെ പേര് ഇസ്താംബുൾ. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് 1453 വർഷത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ എന്ത് ചെയ്തത്? പിടിച്ചടക്കിയത്. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അടുത്ത പോയിന്റ്, ആറാമത്തെ പോയിന്റ് ഇവിടെ കാണുന്നു, ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഏഷ്യൻ പ്രൊഡക്റ്റ് ഇൻക്ലൂഡിംഗ് പെപ്പർ ഇൻ യൂറോപ്പ്. ഈ ഏഷ്യൻ പ്രൊഡക്റ്റിന് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഡിമാൻഡ്, അതുപോലെ കച്ചവട സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റികളാണ് അവര് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യൻ വൻകരകളിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത്. ഇത്രയും 6 പോയിന്റ്സ് മക്കൾ നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇത് ക്ലീൻ ചെയ്യാം. ഈ കാണുന്ന എന്താ മക്കളെ? ഈ കാണുന്നതാണ് നമ്മുടെ വാസ്കോഡ് ഗാമ. പുള്ളിക്കാരൻ സഞ്ചരിച്ച റൂട്ട് നമുക്ക് എല്ലാവർക്കും പറയാം. നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് 1498 വാസ്കോഡ് ഗാമ എത്തിയത് അല്ലെ? ഇവിടെ ഉണ്ട് വർഷം. ഇത് 1498. ഈ വർഷം പഠിച്ചു വെക്കാട്ടോ. വാസ്കോഡ് ഗാമ പോർച്ചുഗീസുകാരനാണ്.
പോർച്ചുഗലിന്റെ തലസ്ഥാനമാണ്, ക്യാപിറ്റൽ ആണ് ലിസ്ബൺ. ഈ ലിസ്ബണിൽ നിന്നാണ് പുള്ളി യാത്ര ആരംഭിച്ചത്. പുള്ളി വന്ന റൂട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് പോലെ എന്ത് ചെയ്യാ മനസ്സിലാക്കുക. ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കഴിഞ്ഞ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളുടെ ഇടയിൽ കൂടെ പോയിട്ട് എവിടെ എത്തി? നമ്മുടെ കാലിക്കറ്റ് കാപ്പാട് ബീച്ചിൽ ഈ പുള്ളിക്കാരൻ എത്തുകയാണ്. അപ്പൊ ഇവിടെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? ഇതിന് താഴെ തന്നെ ഉണ്ട്. ഇവിടെ വരാൻ സാധ്യതയുള്ളത് ഈ വാസ്കോ ഡ ഗാമ എവിടെ നിന്നാണ് വാസ്കോ ഡ ഗാമയുടെ വോയേജ് അല്ലെങ്കിൽ യാത്ര ആരംഭിച്ചത്, അല്ലെ? ഈ വാസ്കോ ഡ ഗാമ എവിടെയാണ് എത്തിയത്? രണ്ടാമത് വാസ്കോ ഡ ഗാമ പിന്നിട്ട വൻകരകളും സമുദ്രങ്ങളും, ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ്. ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രമേ ഈ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് നോക്കാം. വാസ്കോ ഡ ഗാമ യാത്ര തുടങ്ങിയത് എവിടെ വെച്ചാണ്? പോർച്ചുഗലിൽ വെച്ച്, അല്ലെ? പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ വെച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങള്, ഒന്ന് അറ്റ്ലാന്റിക് ഓഷ്യൻ, അല്ലെ? ശേഷം പോയി ഇതിൽ കൂടെ പോയത് ഈ സമുദ്രം ഏതാണ്? ഇന്ത്യൻ ഓഷ്യൻ. ഉത്തരം കിട്ടി. വാസ്കോ ഡ ഗാമ പിന്നിട്ട ഓഷ്യൻസ് ഏതാണ്? ഒന്ന് അറ്റ്ലാന്റിക്കും ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ, അല്ലേ? ഇനി വാസ്കോ ഡ ഗാമ പുറപ്പെട്ട വൻകരകൾ ഏതൊക്കെ വൻകര കോണ്ടിനെന്റ്സ് ആണ് നോക്കാം. ഈ പോർച്ചുഗൽ ഏത് കോണ്ടിനെന്റ് ആണ്? യൂറോപ്യൻ കോണ്ടിനെന്റ്, അല്ലേ? അതെ. രണ്ടാമത് പിന്നിട്ട കോണ്ടിനെന്റ് ആണ് ഏത്? ഈ കാണുന്ന വലിയ കോണ്ടിനെന്റ്, അല്ലെ? ആഫ്രിക്കൻ ഭൂഖണ്ഡം. അതും കടന്നില്ലേ? രണ്ടാമത് എത്തിപ്പെട്ടത് എവിടെയാണ്? നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡം, അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. ഈ 3 കോണ്ടിനെന്റ്സും അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും, അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും എന്നുള്ള 2 സമുദ്രങ്ങളുമാണ് വാസ്കോ ഡ ഗാമ പിന്നിട്ടത്. ഉത്തരം കിട്ടിയല്ലോ. 3 ഉത്തരവും നമുക്ക് കിട്ടി. അത്ര ഇതിൽ പഠിക്കാനുള്ളൂ. വേർ വാസ്കോ ഡ ഗാമാസ് വോയേജ് ബിഗൻ. വോയേജ് എന്ന് പറഞ്ഞാൽ എന്താ? കപ്പലോട്ടം, സമുദ്രയാത്ര എന്നൊക്കെ പറയാം. എവിടുന്നാണ്? പോർച്ചുഗലിൽ നിന്നാണ് വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ചത്, അല്ലേ? വേർ ഡിഡ് വാസ്കോ ഡ ഗാമ അറൈവ്. എവിടെയാണ് വാസ്കോ ഡ ഗാമ എത്തിയത്? അറൈവ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തിയത്. ഇന്ത്യയിൽ എവിടെ? കാലിക്കറ്റ്. പറ്റാണെങ്കിൽ കാപ്പാട്. കാപ്പാടിലുള്ള ഇന്ത്യയിലുള്ള കാലിക്കറ്റ് കാപ്പാടിലാണ് വാസ്കോ ഡ ഗാമ എത്തിയത്. അത് നമ്മൾ പഠിച്ചു. ദ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് ക്രോസ്ഡ് ബൈ വാസ്കോ ഡ ഗാമ. ഓഷ്യൻസും കോണ്ടിനെന്റ്സും, ഏതൊക്കെ ഓഷ്യൻസും കോണ്ടിനെന്റ്സും ആണ് ക്രോസ് ചെയ്തത്? അതിന്റെ ആൻസർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. അറ്റ്ലാന്റിക് ഓഷ്യന്, ഇന്ത്യൻ ഓഷ്യൻ, അല്ലെ? അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും. ഓക്കെ. രണ്ടാമത് കോണ്ടിനെന്റ്സ് ഏതാണ്? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യയുമാണ് വാസ്കോ ഡ ഗാമ പിന്നിട്ട കോണ്ടിനെന്റ്സ്. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി, കേരളത്തിൽ ഇതാക്കുന്നു. ഇതാണ് നമ്മുടെ പുള്ളിക്കാരൻ. നിങ്ങൾ കണ്ടിനോ? ഞാൻ കണ്ടില്ല, ഇപ്പൊ കാണാം. ഈ പുള്ളിക്കാരനാണ് ആര്? വാസ്കോ ഡ ഗാമ. ഫോട്ടോ ഒക്കെ ഉണ്ട്. വാസ്കോ ഡ ഗാമ എത്തിയ അന്നത്തെ രാജാക്കന്മാരൊക്കെ വാസ്കോ ഡ ഗാമയെ സ്വീകരിച്ചിരുത്തി സൽക്കരിച്ചതൊക്കെ ആയിരിക്കും ഈ ഫോട്ടോ. കലാകാരന്മാർ ഓരോ കലകളെ. ഓക്കെ. ഗാമയുടെ കപ്പലുകള് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. കാണാതെ പഠിക്കാൻ നിർബന്ധമില്ല, പഠിച്ചാൽ നന്നു. ഗാമയുടെ കപ്പലുകൾ ഒന്ന് ഏതാണ്? സാവോ ഗബ്രിയേല്, സാവോ റാഫേല്, ബെറിയോ. 3 കപ്പലുകളിലായിട്ടാണ് വാസ്കോ ഡ ഗാമ എവിടേക്ക് വരുന്നത്? ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഈ പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തി. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു ജസ്റ്റ് ഒന്ന് നമുക്ക് വിവരിക്കാം. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തി നേരെ ചെല്ലുന്ന എവിടേക്കാണ്? സാമൂതിരി രാജാവിന്റെ അടുത്തേക്കാണ്. നമ്മുടെ കോഴിക്കോട് ഭരിക്കുന്ന സാമൂതിരി രാജാവ്. ഈ സാമൂതിരി രാജാവിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. കച്ചവടം ചെയ്യാനാണ് ഞങ്ങൾ വന്നത്, അതിനുള്ള കച്ചവട കുത്തക നമുക്ക് തരണം. അന്ന് കച്ചവടം ആരുടെ കൈകളിലാണ്? അറബികളുടെ കൈകളിലാണ്, അല്ലെ? നമ്മൾ ആദ്യം പറഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് നമുക്ക് തരണം എന്നാണ് സാമൂതിരിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സാമൂതിരി അതിന് അനുവാദം കൊടുത്തിട്ടില്ല. പുള്ളിക്ക് അറിയാം ഇവരാളത്ര ശരിയല്ല എന്ന്, അല്ലെ? അങ്ങനെ വാസ്കോ ഡ ഗാമ നേരെ എന്ത് ചെയ്തു? കണ്ണൂരിലെ കോലത്തിരി രാജാവിന്റെ അടുത്ത് പോയി കച്ചവടം ചെയ്യാനുള്ള അനുമതി ചോദിക്കുകയും കോലത്തിരി എന്ത് ചെയ്തു? കച്ചവടം ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വാസ്കോ ഡ ഗാമ അവിടെ നിന്ന് എന്ത് ചെയ്തു? വീണ്ടും തിരിച്ച് പോർച്ചുഗലിലേക്ക് തന്നെ പോവാണ്, അല്ലെ? ഈ വന്ന അതേ കപ്പലിൽ 3 കപ്പലിൽ തിരിച്ചു വീണ്ടും പോയി. അപ്പം പോർച്ചുഗീസുകാരെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അല്ലെ? ഈ പോർച്ചുഗീസുകാർ വന്നതുകൊണ്ട് ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? നമ്മൾ ഒരുപാട് സമ്പത്തുകൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെ? അതുപോലെ കുറച്ചൊക്കെ നേട്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പൊ എന്തൊക്കെയാണ് പോർച്ചുഗീസുകാർ വന്നത് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ? നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ, അല്ലെ? ദ എഫക്ട് ഓഫ് ദ അറൈവൽ ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ട്, എത്തിയത് കൊണ്ട് ഉണ്ടാക്കിയ എഫക്ട് അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പൊ നമ്മുടെ മലയാള ഭാഷയിൽ കുറച്ചൊക്കെ വാക്കുകൾ ഈ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ആ പേജിൽ കാണുന്നത്, അല്ലെ? ഏതൊക്കെയാണ്?
ഈ ഫോട്ടോയിൽ കാണുന്ന മേശ, നമ്മൾ മേശ എന്നല്ല പറയുന്നത്, ഇംഗ്ലീഷിൽ ടേബിൾ എന്ന് പറയും അല്ലേ. എന്നാൽ ഈ മേശ എന്നുള്ളത് നമ്മുടെ വാക്കല്ല, പോർച്ചുഗീസിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ഇത് നമ്മൾ കസേര എന്നല്ല പറയാ, ഇത് അവരുടെ വേർഡാണ് കേട്ടോ. ഇത് നമ്മൾ അലമാര എന്ന് പറയും. ഇതിന് ജനാല അല്ലേ, ഇത് പേന, ഇത് ചാക്ക്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ ഭാഷയിൽ കുറച്ച് വാക്കുകൾ ഇവരിൽ നമുക്ക് കിട്ടി, സംഗതി ശരിയാണ്. പക്ഷെ നമ്മളെ കുറെ സമ്പാദ്യം പോയിട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തൊക്കെ ഇവരിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതോണ്ടേ ഇമ്പാക്ട് ഓഫ് പോർച്ചുഗീസ് കണക്ഷൻ ഇൻ ഇന്ത്യ. പോർച്ചുഗീസുകാരുടെ കണക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്, എന്തൊക്കെ സ്വാധീനമാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ചെലുത്തിയത് എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കശുമാവ്, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയ, പപ്പായ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ, പഴങ്ങൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെയുള്ള പഴങ്ങളാണ് അതിന്റെ തൈയൊക്കെ കൊണ്ടുവന്ന് അവർ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നട്ടു അല്ലെ. അത് ഒരു ഇമ്പാക്ട് ആണ്, നമുക്ക് കിട്ടിയ ഒരു നേട്ടമല്ല മക്കളെ. നമ്മളെ കർമ്മൂസൊക്കെ തിന്നുന്നില്ലേ. ഓക്കെ, ഇതാക്കുന്നത് കാഷ്യൂ, പപ്പായ, ഗുവാവ, പൈനാപ്പിൾ എക്സെട്ര വേർ ഇൻട്രൊഡ്യൂസ്ഡ്. ഇത് നമുക്കൊരു നേട്ടമല്ലേ. ഓക്കെ, ഈ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അഥവാ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. ഇതാക്കുന്നത് ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഓർ മാനുവൽ ഫോർട്ട് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൊച്ചി. കൊച്ചിയിൽ ആദ്യത്തെ മാനുവൽ കോട്ട ഇവരാണ് നിർമ്മിച്ചത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, കൊച്ചി, ഗോവ, ദാമന്തിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിലായി. കൊച്ചി, ഗോവ, ദാമന്തിയു എന്ന സ്ഥലങ്ങളൊക്കെ പോർച്ചുഗീസിന്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ ഇതാ കൊച്ചി, ഗോവ, ദാമന്തിയു കേം അണ്ടർ ദ പോർച്ചുഗീസ് അല്ലെ. നാലാമത്തത് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ വലിയ തോതിൽ അച്ചടി വിദ്യ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, അഥവാ നമ്മളിപ്പോ പ്രിന്റിംഗ് എടുക്കും, ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കില്ലേ, ഇതുപോലത്തെ അന്നത്തെ കാലത്ത് അച്ചടിക്കാനുള്ള വിദ്യകളൊക്കെ ഈ പോർച്ചുഗീസുകാർ എവിടെ പ്രചരിപ്പിച്ചു, ഇന്ത്യയിലും കേരളത്തിലൊക്കെ അച്ചടി വിദ്യ അവരെന്ത് ചെയ്തു, ഒട്ടാകെ പ്രചരിപ്പിച്ചു. ഇനി അടുത്ത പോയിന്റ് ഇതാ, പ്രിന്റിംഗ് വാസ് പോപ്പുലൈസ്ഡ് അല്ലെ. അടുത്ത പോയിന്റ്, ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ. ഇവിടെ ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ടുനാടക ആൻഡ് മാർഗംകളി. ചവിട്ടുനാടകം, മാർഗംകളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോടാ, യൂട്യൂബിൽ അടിച്ചാൽ മതി, കാണാൻ പറ്റും. ഈ കളികളൊക്കെ പോർച്ചുഗീസിലുള്ളതാണ്. അത് എവിടേക്ക് കൊണ്ടുവന്നു, കേരളത്തിലേക്കും നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ കൊണ്ടുവന്നു. അടുത്ത പോയിന്റ് എന്താ, യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങൾ, യൂറോപ്യൻ സ്റ്റൈൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ്. അഥവാ യൂറോപ്പിലുള്ള അവരുടെ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കും, വീടുകള്, ബിൽഡിങ്ങുകള്, ഓഫീസുകളൊക്കെ അവരവിടെ നിർമ്മിക്കുന്ന ശൈലികളും സ്റ്റൈലും ഒക്കെ ഉണ്ടല്ലോ, ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്, അതൊക്കെ അവരെന്ത് ചെയ്തു, ഇന്ത്യയിലേക്കും നമ്മുടെ കേരളത്തിലേക്കൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ നമുക്ക് ഉണ്ടായ നേട്ടങ്ങളാണ്. ഓക്കെ, അടുത്ത യൂറോപ്യൻ പടക്കോപ്പുകളെ, യുദ്ധമുറകള് അഭ്യസിപ്പിച്ചു. അത് മറ്റൊരു രാജ്യമാണ്, അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള യുദ്ധ സ്റ്റൈലുകൾ, അവരുടേതായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അവരെവിടെ എത്തിച്ചു, നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചു. അവരുടെ സ്റ്റൈൽ ഓഫ് വാർ അല്ലെങ്കിൽ ബാറ്റിൽ, അഥവാ അവരുടെ യുദ്ധ തന്ത്രങ്ങള്, അതുപോലെ അവരുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങള്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു നോളജ് നമുക്കും കിട്ടി. കാരണം അവരിവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കൂടെ എന്ത് പോരും, അവരുടെ ടെക്നോളജികളും പോരില്ലേ. ഇതാക്കുന്ന യൂറോപ്യൻ വെപ്പൺസ് ആൻഡ് ബാറ്റിൽ റൂൾസ് വേർ പ്രാക്ടീസ്ഡ് അല്ലേ. അടുത്ത പോയിന്റ് മക്കളെ, ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ രൂപീകരിച്ചു അല്ലെ. മതപഠന കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചു. ഇവിടെ ഇതാക്കുന്ന ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റർ വേർ സ്റ്റാർട്ടഡ്. അപ്പോൾ അവരുടെ മതം ഇവിടെ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മതപഠന കേന്ദ്രങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. ക്രിസ്ത്യൻ ചർച്ചുകൾ, പള്ളികൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ അവർ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിക്കാനുള്ളത്. അവർ വന്നത് കൊണ്ടുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും. ആരാണ് ആദ്യം വന്നത്, വാസ്കോ ഡ ഗാമയാണ്. ഏത് വർഷം, 1498. അതുപോലെ ഏതൊക്കെ സമുദ്രങ്ങളാണ് പിന്നിട്ടത്, അതുപോലെ ഈ പുതിയ സീ റൂട്ട്, സമുദ്രപാത കണ്ടെത്താനുണ്ടായ കാരണങ്ങൾ, ഉണ്ടായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ പോർച്ചുഗീസുകാർ വന്നതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങളും സ്വാധീനം, അവർ ചെലുത്തിയ സ്വാധീനവും എന്തൊക്കെയാണ്. ഇത്രയും ഭാഗമേ ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്, പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നവരാരാണ്, ഡച്ചുകാർ അല്ലെ. ഈ ഡച്ചുകാർക്ക് ശേഷം വന്നവരാരാണ്, ബ്രിട്ടീഷുകാർ. അവർക്ക് ശേഷമാണ് ഫ്രഞ്ചുകാർ വരുന്നത്. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഇപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഇത്രയും ഭാഗം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കുക. ഇത്രയും മക്കൾ പഠിക്കൂലേ, നിർബന്ധമായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ ഡച്ചുകാരെ കുറിച്ചും ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.